ഷാലിനി, ഈ വീടിന് മേലുള്ള ദുരന്തം ഒഴിയുന്നില്ലല്ലോ. പ്രീതിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വിഷപ്രയോഗം നടത്തിയത് സുസ്മിത തന്നെയാണെന്ന് ഉറപ്പാ. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അവളെ കൊടുക്കാൻ ഓരോ തെളിവും സംഘടിപ്പിച്ചത്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് വല മുറിച്ചു കളഞ്ഞു അവള്. കുറ്റം മുഴുവൻ വസുമതി ആന്റിയുടെ തലയിലുമായി. വസുമതി ആന്റിയും പ്രീതിയായിട്ടുള്ള ശത്രുത ഇരട്ടിക്കുകയും ചെയ്തു. ലാഭവും നേട്ടവും എല്ലാം സുസ്മിതയ്ക്ക്. ഇത്രയും ഹീനമായൊരു കൃത്യം നടത്തിയിട്ട് നമ്മുടെ മുന്നിലൂടെ സ്വൈര്യവിഹാരം നടത്തുകയല്ലേ അവള്. അവളെ പൂട്ടാനൊരു വഴി എന്താന്നാ നമ്മുടെ മുഖത്തു നോക്കിയിട്ട് അവൾ വെല്ലുവിളിച്ചത്. ഇനി അവളെ കൊടുക്കുമ്പോ ഒരിക്കലും ഊരാൻ പറ്റാത്ത വിധത്തിലായിരിക്കണം. താഴിട്ട് തന്നെ പൂട്ടണം. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം. അല്ലെങ്കിൽ ഈ സുസ്മിത എന്ന പേരുള്ളവരെല്ലാരും ഇങ്ങനെയാ. ആ രോഹിത്തിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? അവനെ ചതിച്ചൊരു സുസ്മിതയാ. എന്ത് പറഞ്ഞു? അല്ല, രോഹിത്തിന്റെ കാര്യം. അതല്ല, ഏറ്റവും അവസാനം പറഞ്ഞത്. അത് ഈ രോഹിത്തിനെ ചതിച്ചതൊരു സുസ്മിതയാണെന്ന്. അപ്പൊ ചിരിച്ചു കാട്ടിയിട്ട് അവള് ഇയാളെ അങ്ങ് തേച്ചു അല്ലേ? എന്താ അവളുടെ പേര്? സുസ്മിത. നമുക്ക് ഇവിടെ ഉണ്ടൊരു സുസ്മിത. എന്തായി ബ്രോ? അല്ല, അവളെ ഇവിടെ ഒന്നും കാണാനില്ല. കുറച്ചു മുമ്പ് ഇവിടെ കണ്ടതാ. ആ, താനെന്താ ആലോചിക്കുന്നേ? അല്ല, എനിക്കൊരു സംശയം. ഈ സുസ്മിത തന്നെയാവില്ലേ രോഹിത് അന്വേഷിച്ച് നടക്കുന്ന സുസ്മിത? നീയേ കൊറേ നേരമായിട്ട് എന്റെ കാറിന് പിന്നിലുണ്ട്. എന്റെ കാറിൽ എന്താ പരിപാടി? ഇത് എന്താടാ പരിപാടി? എടാ, നീ എന്തിനാ എന്റെ കാറിൽ കയറി ഇരുന്നേന്ന്? കുറെ ഗുണ്ടകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാ ഞാൻ. സാറിന്റെ കാറിൽ കയറി ഒളിച്ചതാ. രോഹിത്തെ, അല്ല ഇതെന്താ ഈ വഴി? നല്ല തിരക്കിലാ തോന്നുന്നു. സുസ്മിത അവളെ കണ്ടു ഞാനിവിടെ. ഇവിടെയോ? ആ, ഇതുവഴി അവള് പോയത്. ആയിരിക്കില്ലേ? എടോ, എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. എല്ലാം കൂടി വായിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് അന്ന് രോഹിത്തിനെ ആക്രമിച്ചത് അന്ന് ബാലേന്ദ്രൻ കൂട്ടരും കൂടിയിട്ടെന്നാ. ഇവിടുത്തെ സുസ്മിതയ്ക്ക് ആ ബാലേന്ദ്രനായിട്ടാണല്ലോ അടുപ്പം. പക്ഷെ ആ രോഹിത്ത് പറഞ്ഞ ആ റിയൽ എസ്റ്റേറ്റ് കഥയായിട്ട് ഇത് മാച്ച് ആവുന്നില്ല. ഈ സുസ്മിത ബാംഗ്ലൂരായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ അവളെ ഒരിക്കലും സംശയിക്കായിരുന്നു. അതിന് പിന്നിലും എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിലോ? നമുക്കേ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തിക്കൂടെ? താനെന്തോ ഉദ്ദേശിക്കുന്നേ? സുസ്മിതയും രോഹിത്തും കൂട്ടിമുട്ടാനുള്ള ഒരു സാഹചര്യം അത് നമ്മൾ ഒരുക്കുന്നു. ഞാനേ നാളെ അവളെ ക്ഷേത്രത്തിലെത്തിക്കാം. അതിനുള്ളൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. അച്ഛനും നമ്മളെ സപ്പോർട്ട് ചെയ്യും. രോഹിത്തിനെ വിഷ്ണുവേട്ടൻ നാളെ ക്ഷേത്രത്തിലെത്തിക്കണം. പറ്റില്ലേ? അത് ഞാൻ സെറ്റ് ചെയ്തോളാം. ഓക്കെ. ഇതിൽ അവള് വീഴുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആരെയും കൂസാതെ മതിച്ചു നടന്ന് ഒറ്റയാനുള്ള വാരിക്കുഴിയ നാളെ നമ്മൾ ഒരുക്കുന്നത്. എന്നെ ഒന്ന് സഹായിച്ച വലിയ ഉപകാരമായിരുന്നു. ഒരു നിവൃത്തിയില്ല ചേച്ചി, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ആ അതെ, ആ
ഒരു 50 രൂപ ഉണ്ടാവും എടുക്കാൻ. എന്തിനാ? ഭക്ഷണം കഴിക്കാനാ. ഭക്ഷണം കഴിക്കാനോ? വലിയ ഉപകാരം. വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. നിങ്ങൾ പോയി കഴിക്ക്. ഇതിന്റെ ബാക്കി തരാൻ എന്റെ കയ്യില്. സാരമില്ല, വച്ചോളൂ. സാറ് ഉണർന്നോ? ഇയാൾ ഇവിടെ തന്നെ ഇരിക്കുമെന്നോ? ബൈസ്റ്റാൻഡറിന്റെ ബെഡിൽ സുഖമായിട്ട് കിടക്കാറുന്നല്ലോ. അതെങ്ങനെയാ സാർ? സാർ ഇവിടെ എങ്ങനെ കിടക്കുമ്പോ ഞാൻ സാറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു രാത്രി മുഴുവൻ. സാറ് മരുന്നിന്റെ ക്ഷീണത്തിൽ നല്ല ഉറക്കമായിരുന്നു. ഇടയ്ക്കിടെ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. പുലർച്ചെ ആയപ്പോഴേക്കും ഞാനൊന്ന് മയങ്ങി. വേദന ഉണ്ടോ സാറേ? ഇപ്പോഴാ ശരിക്കും വേദന അറിയുന്നത്. ടാബ്ലറ്റ്സ് എടുക്കട്ടെ? എന്തെങ്കിലും കഴിച്ചിട്ട് മതിയോ? എന്നാ ഞാൻ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. അമ്മയോ? എന്താ ഇത്ര നേരത്തെ? നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കുടിക്കുകയൊക്കെ വേണ്ടേ? അല്ല, ഞങ്ങള് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചോളായിരുന്നു ശാരദാമേ. പിന്നെന്തിനാ മോനെ ഞാനിവിടെ ഹോട്ടൽ തുറന്നു വെച്ചിരിക്കുന്നത്? ആ മോളെ പിടിക്കണോ? ഈ ഗ്ലാസ് കഴുകിയതാണോ? അതെ അമ്മേ, കഴുകി വെച്ചേക്കുന്നതാ. സാറ് വേണമെങ്കിൽ കിടന്നോ. എന്നാ സാർ, അമ്മ കുടിച്ചായിരുന്നോ? മക്കള് കുടിക്കേ. ആ, ചൂട് പാലപ്പവും കുറുമയുണ്ട്, എടുക്കട്ടെ സാറേ? കുറച്ച് കഴിയട്ടെ ശാരദാമേ. അതെ, ഡിസ്ചാർജ് തരാന്ന് ഡോക്ടർ പറഞ്ഞു. ഉച്ചയ്ക്ക് മുമ്പ് പോണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാള് IP ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണം. ഞാൻ വരാം. ശരി, എന്റെ പേഴ്സും കൂടെ എടുത്തോ. ഞാൻ പോയിട്ട് വരാമേ. കാലിനിപ്പോ കുഴപ്പമില്ല. ഇങ്ങി താമനെ. സാറേ, എന്താ ശാരദാമേ? എന്റെ മകന്റെ പ്രായമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേനെ ഞാൻ. ശാരദാമ അറിഞ്ഞോ? ആരോടും പറയില്ലെന്ന് പറഞ്ഞ ഞാൻ വിഷ്ണുവിനോട്. എന്തിനാ വെറുതെ എല്ലാവരും സങ്കടപ്പെടുത്താനായിട്ട്? വിഷ്ണു പറഞ്ഞതല്ല, പറയേണ്ടി വന്നതാ. ഞങ്ങള് മടങ്ങിച്ചെന്നപ്പോ ചില സംഭവങ്ങളുണ്ടായി വീട്ടില്.
കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാ വിഷ്ണുമോൻ സാറിന്റെ കാര്യം പറഞ്ഞത്. ശ്യാമ മയക്കുമരുന്ന് വാങ്ങാൻ പോയടത്ത് നിന്ന് പിടിച്ചോണ്ട് വരുമ്പോഴാ അവര് സാറിനെ വെട്ടിയതെന്ന്. അവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക സാറേ. എന്താ ശാരദാമ്മ ഇത്? പൊറുക്കണം. 100 കോടി പുണ്യം കിട്ടും സാറിന് അവളുടെ പേര് പറയാത്തതിന്. എന്താ ശാരദാമ്മ ഇത്? ശ്യാമ അവൾ എന്നെ കൂടെ അനിയത്തിയല്ലേ? ഒരേട്ടന്റെ കടമ അതല്ലേ ഞാൻ ചെയ്തോളൂ. മോനെ, മോളെ, അമ്മ, നമ്മുടെ ശ്യാമ, അവൾക്ക് എന്താ അമ്മ പറ്റിയത്? അവൾ എന്താ ഇങ്ങനെയൊക്കെ? അമ്മയുടെ തെറ്റാ മോളെ, അമ്മയുടെ പിടിപ്പുകേട്. നോക്കാൻ പറ്റിയില്ല. എന്താ അമ്മേ, ആരും തെറ്റും പിടിപ്പുകേടൊന്നും അല്ല. അങ്ങനെ സംഭവിച്ചു പോയി. ഇനി ബാക്കി എന്തോന്ന് വെച്ചാൽ നോക്കണം, അത്രേ ഉള്ളൂ. ശാരി, എടോ എന്താണ് ഇത്? ശാരിയെ, മോളെ, ശാരി, എടോ ശാരദാമ്മ ഒന്ന് പിടിച്ചു മാറ്റ്. ശാരികെ, ശാരി, എടോ എടോ മോളെ എഴുന്നേക്കടി. എടി മോളെ, എന്താടി ഇത്? എഴുന്നേക്ക്. മോളെ, എന്തുമാത്രം വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാറിന് ഈ നല്ല മനസ്സ് കാണാതെ. എന്നിട്ടും നമ്മുടെ ശ്യാമമോൾക്ക് വേണ്ടിയല്ലേ സാറ് ആ കാലിന് പിടിച്ചൊരു മാപ്പ് പറയാൻ പോലും യോഗ്യതയില്ലമ്മ എനിക്ക്. സാരമില്ല മോളെ, കുടുംബമാവുമ്പോ അതൊക്കെ ഉണ്ടാവും. ഒന്നും മനസ്സിൽ വെക്കാതെ പരസ്പരം ക്ഷമിച്ചും പൊറുത്തും വിട്ടുവീഴ്ചയോടെ മുന്നോട്ട് പോണം. അതാ ഇപ്പൊ സാറ് ചെയ്തത്. സാറിനെ കണ്ടു പഠിക്കണം നീ. ഇതുപോലൊരു മകൻ എന്റെ വയറ്റിൽ പിറന്നില്ലല്ലോ എന്നുള്ള സങ്കടമേ ഉള്ളൂ എനിക്കിപ്പോ. അതെന്താ ശാരദാമ്മ, ഞാനും ശാരദാമ്മയുടെ മോൻ തന്നെയല്ലേ? അയ്യോ അതെ മോനെ, ഞാൻ ചെയ്ത മുജ്ജന്മ പുണ്യ. മോളെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അധിക സമയം ഒറ്റയ്ക്ക് വിടാൻ പാടില്ലെന്ന് പറഞ്ഞു ശ്യാമ. ശ്യാമ, ഒരു ഡോക്ടർ വന്ന് നോക്കി. 4-5 ദിവസം വീട്ടിൽ നിന്ന് വിടാതെ നോക്കിയാ മതി എന്നാ പറഞ്ഞ്. അല്ല, നിങ്ങക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം? ഉച്ചയ്ക്ക് മുന്നേ ഞങ്ങൾ പോവും അമ്മ. ഒന്ന് കുളിച്ച് വേഷം മാറിയാ മതി. എന്നാ ഞാൻ ഇറങ്ങുവാ.
കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. ദാ വലിയ ഉപകാരം. 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അതെ, ആ പണം അങ്ങ് തിരിച്ചു കൊടുത്തേ. നിങ്ങളോടാ പറഞ്ഞത് തിരിച്ചു കൊടുക്കാൻ. എന്താ സംഭവം? ഇവരിതേ കാര്യം പറഞ്ഞ് എന്നോട് 100 രൂപ വാങ്ങിച്ചിട്ട് അരമണിക്കൂറായില്ല. ആഹാ, തട്ടിപ്പാണല്ലേ? ഞാൻ വിചാരിച്ചൊരു പാവാണെന്ന്. ആ കാശിക്കും തന്നെ. നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിക്കണം. എഴുന്നേറ്റ് നിൽക്കാൻ ആവതില്ലാത്തവര് പോലും ലോട്ടറി കച്ചവടം നടത്തിയും വഴിവക്കിൽ ഉപ്പിലിട്ട നെല്ലിക്ക വിറ്റും ഒക്കെ ജീവിക്കുന്നുണ്ട്. ഓ, അപ്പ തടിയനങ്ങുമല്ലോ അല്ലേ? വന്ന് ആശുപത്രി പോലും വരാൻ പറ്റാതെ ചുമ്മാ അങ്ങ് കൈനീട്ടിയാൽ മതിയല്ലോ ഓരോരുത്തർക്ക് ജീവിക്കാൻ. അത് ഞാൻ എങ്ങോട്ടെങ്കിലും. ഓ, വെള്ളം വേണ്ട രാഘവേട്ട? വാമോളെ, വന്നിരിക്കെ. എനിക്ക് വേണ്ട. ഇവിടെ ആരും തമ്മിൽ പിണക്കവും പരിഭവവും ഒന്നും വേണ്ട. നാളെ ആയാലും നീ ഇവിടുന്ന് തന്നെയല്ലേ കഴിക്കേണ്ടത്. വാ, ഇരിക്കെ. എടി ഇരിക്കടി, നമ്മുടെ വീടല്ലേ ഇത്. ഇരിക്കടി. വാ മോളെ. എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നായിരുന്നില്ല. എന്നാലും സുസ്മിത എങ്ങനെയാ അതൊക്കെ ചെയ്യാൻ? പ്രീതിയുടെ കുഞ്ഞിനില്ലാതൊക്കെ ഇവളത് ചെയ്യോ അമ്മ? അതുകൊണ്ട് ഇവൾക്ക് എന്താ നേട്ടം? അമ്മ മാത്രമേ സുസ്മിതയോടൊപ്പം നിന്നത്. എന്തായി? അമ്മയുടെ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? അതെ, സത്യം മാത്രമേ ജയിക്കൂ. അതേ ജയിക്കാൻ പാടുള്ളൂ. എന്താച്ചാ ഇവനിച്ചിരി ഓവറാണല്ലോ. ഇപ്പോഴെങ്കിലും നിങ്ങളുടെയൊക്കെ കണ്ണ് തെളിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയെങ്കിലും സുസ്മിതയെ ആവശ്യമില്ലാതെ സംശയിക്കുന്നത് അങ്ങ് ഒഴിവാക്കണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല സത്യാമ്മ. സംഭവിച്ചതിനൊക്കെ സുസ്മിതയോട് മാപ്പ് ചോദിച്ചാലോ എന്ന് ആലോചിക്കാൻ ഞാൻ.